ഹലോ ഫ്രണ്ട്സ്, ഇതെന്ന് വെച്ചാൽ നമ്മൾ സൺഡേ ആയപ്പോഴത്തേക്ക് മാളിൽ പോകാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞാനും മിക്കായും മുസമ്മിലും ഉമ്മായും കൂടി മാളിലോട്ട് പോവുകയാണ്. ഇപ്പോൾ നമ്മൾ ഇറങ്ങിയ ടൈമെന്ന് പറഞ്ഞാൽ വൈകിട്ടാണ്, ഒരു 3-3:30 ആവും. ആ ഒരു ടൈമിലാണ് ഇറങ്ങിയത്. അങ്ങനെ പിന്നെ വൈകിട്ട് സമയമായതുകൊണ്ട് നമ്മൾ ചായ കുടിക്കാനായിട്ട് മറ്റേ സൈനിക് സ്കൂളിൻ്റെ ഫ്രണ്ടിലുള്ള അവിടെ അടുത്തുള്ള ഒരു ചെറിയൊരു കടയിലാണ് കയറിയത്. അത്യാവശ്യം തിരക്കും നല്ല ഐറ്റംസുള്ള കട ആയിരുന്നു. അങ്ങനെ ഞാൻ പഴംപൊരിയും അതുപോലെ തന്നെ ഉമ്മ മറ്റേ മുളക് ബജിയായിരുന്നു കഴിച്ചത്. അപ്പോഴത്തേക്ക് തന്നെ ഇക്ക ചായയും കൊണ്ടുവന്നു. നല്ല ചൂട് ചായയും നല്ല കടുപ്പമുള്ള ചായയും അതുപോലെ തന്നെ പഴംപൊരിയും കൊള്ളായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചു. പിന്നെ അവിടെ കുറച്ച് നേരം ഇരുന്ന് പിന്നെ ഉമ്മ കുറച്ച് ചൂടുവെള്ളം കുടിച്ചു. അതിനുശേഷം നമ്മൾ പയ്യെ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ നമ്മൾ അത്യാവശ്യം എത്താറായിരുന്നു, കഴക്കൂട്ടം കഴിഞ്ഞു. പിന്നെ നമ്മൾ അങ്ങോട്ട് പോയി. അപ്പം അത്യാവശ്യം സൺഡേ ഒക്കെ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ ലുലു മാളെത്തി മാളിലോട്ട് പോവുകയാണ്. പിന്നെ വണ്ടി പാർക്ക് ചെയ്ത് നിന്നെടുത്ത് അങ്ങനെയാണ് നമ്മൾ പോയത്. അങ്ങനെ പോകുന്ന പോക്കാണ്. അപ്പം നല്ല അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു സൺഡേ ആയതുകൊണ്ട്. പിന്നെ നമ്മൾ പാട്ടൊക്കെ കേട്ട് ഓരോ കാര്യമൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് മാളിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് വാങ്ങിക്കുന്ന സാധനങ്ങളും അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന് അങ്ങനെ അവിടുത്തെ കുറച്ച് സമയമൊക്കെ പോയി. പിന്നെ വണ്ടി പാർക്ക് ചെയ്ത് നമുക്ക് 3rd ഫ്ലോറോ 4th ഫ്ലോറോ ആണെന്ന് തോന്നുന്നു, അവിടെയാണ് നമുക്ക് സ്ഥലം കിട്ടിയത് പാർക്ക് ചെയ്യാനായിട്ട്. അങ്ങനെ നമ്മൾ കാറ് പാർക്ക് ചെയ്തു. അങ്ങനെ കാറൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം നടന്ന് വരികയാണ്. അങ്ങനെ പിന്നെ നമ്മൾ പോയി ലിഫ്റ്റ് കയറാമെന്ന് പറഞ്ഞിരുന്നു. അപ്പം ഒരു വിധത്തിൽ ലിഫ്റ്റ് തുറക്കുന്നില്ല. അങ്ങനെ പിന്നെ നമ്മൾ സ്റ്റെപ്പ് കയറിയാണ് പോയത്. അങ്ങനെ പിന്നെ നമ്മൾ അകത്ത് കയറി. അങ്ങനെ കയറി കുറച്ച് നടന്നപ്പോൾ തന്നെ സ്റ്റുഡിയോയുടെ അടുത്താണ് ഫസ്റ്റ് എത്തിയത്. അങ്ങനെ പിന്നെ നമ്മൾ സ്റ്റുഡിയോയിൽ കയറി. അങ്ങനെ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ നോക്കി, ഡ്രസ്സും ടീഷർട്ടും ഒക്കെ നോക്കി. അങ്ങനെ ഞാൻ അവിടെ ഉണ്ടായിരുന്ന ഒരു ടോപ്പ് പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു, അപ്പം അതൊന്ന് നോക്കി. പിന്നെ അത്യാവശ്യം ടീഷർട്ടും സംഭവങ്ങളൊക്കെ എല്ലാം നോക്കിയായിരുന്നു. പിന്നെ അതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി ഒന്ന് നോക്കി. പിന്നെ അതിന് ശേഷം ഫാഷൻ സ്റ്റോറിലോട്ടാണ് പോയത്. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ അവിടെ കയറി. അങ്ങനെ അവിടെ നിന്ന് അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് നേരെ നമ്മൾ മുകളിലോട്ട് പോയി. അപ്പം കിഡ്സ് വെയറൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര ഒരിതായിരുന്നു, കൊച്ചു പിള്ളേരുടെ ഡ്രസ്സൊക്കെ കണ്ടപ്പോഴത്തേക്ക്. അങ്ങനെ അതൊക്കെ പിന്നെ നോക്കി. പിന്നെ ടവൽസ്, അങ്ങനത്തെ കുറച്ച് ബെഡ്ഷീറ്റ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണമായിരുന്നു. അങ്ങനെ അങ്ങോട്ട് പോയി അതൊക്കെ നോക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ ഉമ്മ ടവൽസ് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ അതിന് ശേഷം പാർക്കിൻ്റെ അങ്ങോട്ട് പോയി. അപ്പം അവിടുത്തെ പാർക്കും കാര്യങ്ങളൊക്കെ കണ്ട് അതിന് ശേഷം അവിടെ നിന്ന് പോയി പിന്നെ താഴോട്ട് പോകുന്ന എന്തിനാണ് ഹൈപ്പറിൻ്റെ അങ്ങോട്ട്. അങ്ങനെ ഹൈപ്പറിലോട്ട് പോയി. ഹൈപ്പറിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അത്യാവശ്യം സാധനങ്ങൾ വാങ്ങിക്കാൻ കയറി. അങ്ങനെ ഞാൻ ഇവരെ 3 പേരെയും ഫ്രണ്ടിലോട്ട് നടത്തിയിട്ട് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ 3 പേരും കൂടെ ചിരിച്ചുകൊണ്ട് നോക്കിയതാണിത്. പിന്നെ നമ്മളും കുറച്ചില്ല. അങ്ങനെ ഞാൻ വിചാരിച്ചു സെൽഫിയൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു സെൽഫി വീഡിയോ ആണ് എടുത്തത്. പിന്നെ കുറച്ച് ഫേസ് വാഷും അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ പോൺസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആക്വലോജിക്കാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ പിന്നെ ആക്വലോജിക്കയുടെ ഫേസ് വാഷ് തന്നെ എടുത്ത്. പിന്നെ അത്യാവശ്യം ഹൈപ്പർ മാർക്കറ്റിൽ എല്ലാം വിലക്കുറവുണ്ടായിരുന്നു, ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ നല്ലത് നോക്കി എടുക്കുമായിരുന്നു. ഇപ്പം ഇതുപോലെ മാളിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോയാലും പെട്ടെന്ന് ചീത്തയാവുന്നതും ഉണ്ടായിരുന്നു. അപ്പം അത് ഉള്ളത് കൊണ്ടാണ് അങ്ങനെ നോക്കിയെടുത്തത്. പിന്നെ അതുപോലെ തന്നെ പച്ചവളവും അതുപോലെ നോക്കിയാണ് എടുത്ത, കുറച്ച് അത്യാവശ്യം വലുതും അതുപോലെ തന്നെ കേടാവാത്ത രീതിയിലുള്ളത് നോക്കിയെടുത്ത്. അങ്ങനെ വെജിറ്റബിൾസും സംഭവം അതൊക്കെ നോക്കി. അതിനുശേഷം ചോക്ലേറ്റും അതുപോലെ തന്നെ പുഡിങ്, ചീസ് കേക്ക്, അങ്ങനത്തെ ഓരോ ഫ്ലേവേഴ്സിൻ്റെ അടുത്ത് പോയപ്പോഴത്തേക്ക് എനിക്ക് ബ്ലൂബെറിയുടെ ഫ്ലേവർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അത് നോക്കി. അപ്പോൾ അത് വാങ്ങിച്ചു. അങ്ങനെ അത് വാങ്ങിച്ച് പിന്നെ അവിടെ നിന്ന് ട്രോൾ ഇട്ടിക്കൊണ്ട് നമ്മൾ പിന്നെ അടുത്ത കുറച്ച് സ്നാക്സ് ഐറ്റംസ് നോക്കാൻ പോയി. അപ്പം അവിടെ നിന്ന് കുറച്ച് സ്നാക്സും അങ്ങനെ ഇതൊക്കെ ഒന്ന് നോക്കി, അതൊക്കെ ഒന്ന് വാങ്ങിച്ചു. പിന്നെ നമ്മൾ ബില്ല് പേ ചെയ്തു. പിന്നെ ഇറങ്ങുന്നതാണ്. അങ്ങനെ ലുലു മാളിൽ നിന്ന് നമ്മൾ ഇറങ്ങി. അങ്ങനെ പിന്നെ പയ്യെ നടന്നു അവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് വെളിയിലോട്ട് ഇറങ്ങി. അപ്പം ഉമ്മായും മുസമ്മിലും പുറത്ത് വെയിറ്റ് ചെയ്തു. സാധനങ്ങളുണ്ട്. നമുക്ക് ഫ്ലോറ് തേർഡാണെന്ന് തോന്നുന്നു, 3rd 4th അവിടെ പോയി നമ്മൾ പിന്നെ കാറെടുത്തു. നമ്മളവിടെ നിന്ന് തിരിച്ചു പോവുമായിരുന്നു. അങ്ങനെ പോകുന്ന പോക്കാണിത്. ഡോർ തുറന്ന് കയറി, ഞാനും കയറി. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ താഴോട്ട് പോയി.
ഇപ്പോൾ സൺഡേ ആയതുകൊണ്ട് വലിയ തിരക്കായിരുന്നു. സാധനങ്ങൾ തന്നെ നോക്കിയെടുക്കാൻ തന്നെ നമുക്ക് എടുക്കാനും വലിയ പാടായിരുന്നു. അത്രത്തോളം ആളുണ്ടായിരുന്നു. സൺഡേ ആകുമ്പോഴത്തേക്കല്ലേ എല്ലാവരും ഇറങ്ങുന്നത്, ആ ഒരു ടൈമായിരുന്നു. പിന്നെ നമ്മൾ താഴോട്ടെത്തി. അപ്പോൾ ഉമ്മായും മുസമ്മിലും താഴെ നിൽക്കുമായിരുന്നു. പിന്നെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പം അവിടെ നിന്ന് ഹൈപ്പറിൽ നിന്ന് ഫുഡ് വാങ്ങിക്കുകയും മുകളിൽ പോയി ഫുഡ് കഴിക്കുകയും ചെയ്യാനുള്ള പ്ലാനായിരുന്നു. പക്ഷേ അവിടെ ഇരിക്കാൻ പോലും സ്ഥലമില്ലായിരുന്നു. മുകളിൽ ഫുഡ് കോർട്ടിൽ ഇരിക്കാൻ സ്ഥലമില്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ വിചാരിച്ച്, നമ്മൾ കഴക്കൂട്ടത്തൊക്കെ വരുമ്പോഴത്തേക്ക് സ്ഥിരം കഴിക്കുന്ന ഒരു ഹോട്ടലുണ്ട്, അപ്പം നമ്മൾ അവിടെ കയറി കഴിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ അങ്ങോട്ടുള്ള പോക്കാണിത്. അങ്ങനെ നമ്മൾ പാട്ടൊക്കെ കേട്ട് അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ നമ്മൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളവിടെ എത്തി. മലബാർ കിസ റെസ്റ്റോറൻ്റ് ആയിരുന്നു. അത്യാവശ്യം നല്ല ഫുഡാണ്, അതുപോലെ തന്നെ നല്ല തിരക്കുള്ള സ്ഥലവും കൂടിയാണ്. അങ്ങനെ നമ്മളവിടെ ഒതുക്കി. അപ്പം കാറും പാർക്ക് ചെയ്ത് അതിനുശേഷം നമ്മൾ അകത്തോട്ട് പോകാനുള്ള പ്ലാനാണ്. അങ്ങനെ ഞാനും ഇക്കായും ഉമ്മായും മുസമ്മിലും കൂടി നമ്മൾ അകത്തോട്ട് കയറി ഫുഡൊക്കെ കഴിക്കാനായിട്ട് പോയി. ഫുഡ് ഓർഡർ ചെയ്തപ്പോൾ നമ്മൾ ഷവായി ഓർഡർ ചെയ്യാന്നുള്ളൊരു പ്ലാനായിരുന്നു. പിന്നെ ഷവായി ഓർഡർ ചെയ്ത്, അതുപോലെ തന്നെ ബിരിയാണിയും ചെയ്തത്. ചിക്കൻ ബിരിയാണിയായിരുന്നു. അവിടുത്തെ ചിക്കൻ ബിരിയാണി എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ റൈസ് അൺലിമിറ്റഡ് ആണ്. പിന്നെ ഫുഡ് എല്ലാം സെറ്റായിരുന്നു. അങ്ങനെ കഴിച്ച് പിന്നെ ഒരു ഗോലി സോഡ വാങ്ങിച്ച് കുടിച്ചായിരുന്നു മുസമ്മിൽ. അങ്ങനെ അതൊക്കെ ടേസ്റ്റ് ചെയ്ത് പിന്നെ ഷവായി വന്ന് അങ്ങനെ അതൊക്കെ കഴിച്ച് നല്ല രീതിയിൽ വയറൊക്കെ വീർത്ത് അവിടെ നിന്ന് പിന്നെ ഇറങ്ങി. അങ്ങനെ പിന്നെ നേരെ വീട്ടിലോട്ട് പോവുകയാണ് നമ്മൾ. അങ്ങനെ ഞാൻ കഴിക്കുന്ന വീഡിയോ എടുത്തിടാൻ പറഞ്ഞ് ഇക്കാരെടുത്ത് അങ്ങനെ എടുക്കുന്ന വീഡിയോയാണിത്. പിന്നെ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം. പിന്നെ എൻ്റെ സംസാരത്തിലോ എന്തെങ്കിലുമൊക്കെ പാളിച്ചകളൊക്കെ പറ്റും, അതൊക്കെ നിങ്ങൾ ക്ഷമിക്കണം. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുമല്ലേ, അപ്പോൾ അതിൻ്റെ ഇതൊക്കെ കാണും. അപ്പം എല്ലാവരും ലൈക്ക്, ഷെയർ, സപ്പോർട്ട്. ഓക്കെ.